ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനുമൊക്കെ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ബട്ടൂരയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ ഈസ്റ്റ് ചേർക്കുന്നില്ല, പകരം ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈസ്റ്റിൻ്റെ സ്മെല്ലൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ആട്ടയും കൂടി എടുക്കാം. 2 കപ്പ് മൈദക്ക് 1 കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അതുപോലെ അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒരു 2 നുള്ളു വരെ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. 1/4 ടീസ്പൂണൊന്നും വേണ്ട, അതിനേക്കാളും കുറവായിട്ട് ചേർത്താൽ മതി. അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ഇടരുത്, ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഇടുക. കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അല്പം പൊങ്ങിക്കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കാം. ഇനി ഇത് നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യമുള്ള അത്രയും പാലും കൂടി ചേർക്കണം. ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി 1/2 കപ്പ് പാലിൽ നിന്നും ഒരു 1/4 ഭാഗത്തോളം നമുക്കിതിലേക്ക് ഒഴിക്കാം. ബാക്കി നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് തൈരും 1/2 കപ്പ് പാലുമാണ് ഇത്രയും അളവ് പൊടിക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പാല് മതിയാവില്ല, മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴക്കണം, എന്നാലേ നമ്മൾ ബട്ടൂര ഉണ്ടാക്കി കഴിയുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുള്ളൂ. ബട്ടൂരയുടെ മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത 1/2 കപ്പ് പാല് കറക്റ്റ് അളവായിരുന്നു. നമുക്കിനി ഇതിവിടെ അടച്ചു വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബട്ടൂര ഉണ്ടാക്കാം. ബേക്കിംഗ് പൗഡർ ആയതുകൊണ്ട് ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാത്രം ഇതുപോലെ വെച്ചാൽ മതി. അപ്പോഴേക്കന്നെ ഇത് റെഡിയാവും. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് തുറന്ന് നോക്കാം. മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൂര പരത്താം. അതിനു വേണ്ടി ഞാനിവിടെ അല്പം മൈദപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിൽ നിന്നും ഒരു ഉരുള മാവ് എടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. പൂരിക്ക് എടുക്കുന്നതിനേക്കാളും ഒരല്പം കൂടുതൽ മാവ് എടുക്കണം. കാരണം നമ്മളിത് പരത്തുന്ന സമയത്ത് പൂരിയേക്കാളും ഒരല്പം വണ്ണം കൂട്ടിയിട്ടാണ് പരത്തുന്നത്. എന്നാൽ ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും വണ്ണത്തിലെടുക്കുകയും വേണ്ട. ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ഈ പൊടിയിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. പൂരിയുടെ അത്രയും വലുപ്പത്തിൽ തന്നെ പരത്തിയാൽ മതി. അല്പം തിക്കായിട്ട് പരത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഇത്രയും വണ്ണത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. പൂരിയുടെ അത്രയും നേരിയതായിട്ട് പരത്തരുത്. ഇനി ഇത് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നല്ലൊരു ഹാഫ് മൂൺ പോലെ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമുക്കിത് മാറ്റി വെക്കാം. മുഴുവൻ ബട്ടൂരയും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. ബട്ടൂര മുഴുവനായിട്ട് ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബട്ടൂര പീസ് ഈ 2 എണ്ണമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അധികം തീ കൂട്ടി വെക്കണ്ട. നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് വളരെ നന്നായിട്ട് പൊങ്ങി വന്നോളും. ഈസ്റ്റ് ചേർത്തതിനേക്കാളും നന്നായിട്ടിത് പൊങ്ങിക്കോളും. ഇത് ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടി വേവിച്ചെടുക്കണം. ബട്ടൂര നന്നായി പൊങ്ങിയിട്ടുണ്ട്.
നമുക്കിനി ഇത് അടുപ്പത്തു നിന്ന് മാറ്റാം. രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ഈ ബട്ടൂര മാറ്റാം. അങ്ങനെ ആകുമ്പോൾ ഇതിൽ ബാക്കിയുള്ള ഓയിലൊക്കെ പേപ്പർ വലിച്ചെടുത്തോളൂ. നമുക്കിതുപോലെ മുഴുവൻ ബട്ടൂരയും ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബട്ടൂര ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഫ്രൈ ചെയ്തെടുക്കാനൊന്നും കൂടുതൽ സമയമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് ഫ്രൈ ആയിക്കോളും. മുഴുവൻ ബട്ടൂരയും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. വളരെ സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. നല്ല സ്പോഞ്ച് പോലെ ഉണ്ട്. കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ 2 ദിവസം മുന്നേ വെള്ളക്കടല വെച്ചൊരു കുറുമ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിന് വളരെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ബീഫ് കറിയോ ചിക്കൻ കറിയോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്